രണ്ട് തരത്തിലാണ് ഈ പലസ്തീൻ ആക്രമണവുമായി ബന്ധപ്പെട്ട് ഹമാസുമായി ബന്ധപ്പെട്ട് ചർച്ചയുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട പശ്ചാത്തലമാണ്. ഇറാനുമായി ബന്ധപ്പെട്ട ചർച്ച അതുണ്ടായിരുന്നു, അതും തടസ്സപ്പെട്ട വിഷയമാണ്. അപ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത് കാത്തിരുന്ന് കാണണം. ശ്രീ ജോസ്ലീബ, എല്ലാ തലത്തിലുമുള്ളൊരു തിരിച്ചടി ഉണ്ടാകുന്നുണ്ട് മൊത്തത്തിൽ. കാരണം ക്രൂഡ് ഓയിൽ വിലയിൽ വലിയ വർധനവുണ്ടായിട്ടുണ്ട്, സ്വർണ്ണവില കാര്യമായി കുതിച്ചുയരുന്നു. അങ്ങനെ ലോകക്രമത്തെ ബാധിക്കത്തക്ക വിധം ഈ ആക്രമണം മുന്നോട്ട് പോയാൽ, യുദ്ധം മുന്നോട്ട് പോയാൽ അത് വലിയ തോതിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന ഭീതിയുമുണ്ടല്ലേ? ഉണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ചാണെങ്കിലും ഇപ്പൊ തന്നെ ടൂറിസം ഒക്കെ നിന്നിട്ട് തന്നെ ഏകദേശം 2 വർഷമായി വാർ തുടങ്ങിയിട്ട്. പിന്നെയും അത് പല ബിസിനസ്സുകളും ഇസ്രായേലിലും തന്നെ നടക്കുന്നില്ല. അതതിനെ ബാധിക്കും. എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കുറച്ചു കാലം ആയിട്ട് നിൽക്കുന്നത് കുറച്ചുകൂടി ഈ ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ കുറച്ചുകൂടി വർദ്ധിച്ചു എന്നുള്ളതാണ്. കാരണം നേരത്തെ പലസ്തീനുമായുള്ള സംഘർഷമായിരുന്നു, ഇപ്പോൾ ഇറാനുമായി ബന്ധപ്പെട്ടാകുമ്പോൾ എല്ലാ തലത്തിലും ഇസ്രായേലിൻ്റെ പല മേഖലകളെയും അത് ബാധിക്കുകയാണ്. കാരണം ഇത്തവണ കൂടുതൽ സ്ഥലങ്ങളിൽ മിസൈൽ അറ്റാക്ക് ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഡിമോൺ ന്യൂക്ലിയർ റിസർച്ച് സെന്ററിന്റെ അടുത്ത് വരെ അറ്റാക്ക് ഉണ്ടായിട്ടുള്ളതായിട്ടാണ് നമ്മുടെ സുഹൃത്തുക്കൾ പറയുന്നത്. അതിൽ റമദ് ഖാൻ, ടെലവീവ് ഏരിയ, സാധാരണ ഇത്രയും അറ്റാക്ക് ഉണ്ടാവാറില്ല. ഉണ്ടായാലും എല്ലാം തന്നെ ഡ്രോൺ നശിപ്പിക്കും. പക്ഷെ ഇത്തവണ അങ്ങനെയല്ല. സ്ഥിതിഗതികൾ കുറച്ചും കൂടെ ഭയാനകമാണ്. സാധാരണ ഞാൻ എപ്പോഴും പറയാറുണ്ട്, കാരണം മലയാളികളെല്ലാം സേഫ് ആണ് എന്നുള്ളതായിരുന്നു കഴിഞ്ഞ ഹമാസ് വാറിൽ നമ്മൾ പറഞ്ഞിരുന്നത്. കാരണം 2 ഫ്ലൈറ്റ് അവിടെ നിന്ന് ഇട്ടിട്ടും ആരും കയറി പോരാനുണ്ടായിരുന്നില്ല ഇസ്രായേലിൽ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇപ്പം ആളുകളെല്ലാം കുറച്ച് ഭീതിയിലാണ്. ഞാൻ സംസാരിച്ച മലയാളികളെങ്കിലും ഇസ്രായേൽ ആണെന്നുള്ളൊരു ധൈര്യവും അവർക്കുണ്ട് ഒരു വഴിക്ക്. സ്റ്റീഫൻ, അത് തന്നെയാണോ സാഹചര്യം? അങ്ങനെ എന്തെങ്കിലും മുന്നറിയിപ്പുകൾ ഉണ്ടാകുന്നുണ്ടോ? മലയാളി സംഘടനകളുമായൊക്കെ ബന്ധപ്പെടുന്നുണ്ടോ? ഉണ്ട്, ബന്ധപ്പെടുന്നുണ്ട്. പിന്നെ ഇവിടെ ഇപ്പം ഇവർ ഫേസ് ചെയ്യുന്ന, നേരത്തെ ജോസ് പറഞ്ഞ പോലെ തന്നെ, ഇവിടുന്ന് ഈ അങ്ങോട്ട്, അതായത് വെക്കേഷന് പോകാനിരിക്കുന്നവരെ ഇത് ബാധിച്ചിട്ടുണ്ട്. പിന്നെ അവിടുന്ന് തിരിച്ചിങ്ങോട്ട് വരാനുള്ളവരെ അത് ബാധിച്ചിട്ടുണ്ട്. കാര്യം ഇവിടുന്ന് നമ്മൾ പോകുമ്പോൾ നമുക്കൊരു റീ എൻട്രി വിസ ഉണ്ട്. അപ്പൊ അതിനൊരു ടൈമുണ്ട്. ആ ടൈമിനകത്ത് വെച്ച് നമ്മൾ ഇവിടെ തിരിച്ച് എൻട്രി ആയിരിക്കണം. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ, നേരത്തെ ജോസ് സൂചിപ്പിച്ച പോലെ തന്നെ ഉള്ള ബുദ്ധിമുട്ടുകൾ നിലവിൽ ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടെ ജോലി ചെയ്യുന്ന നമ്മുടെ മലയാളികൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോബ്ലമാണത്. അത് എന്താണ് അത്തരത്തിലുള്ള മുന്നറിയിപ്പുകൾ? അത് എപ്പോഴത്തേക്ക് പരിഹരിക്കപ്പെടും? അങ്ങനെ ഒരു നിർദ്ദേശമൊന്നും കൃത്യമായി ലഭിക്കുന്നുമില്ല അല്ലേ? അതിനിപ്പം ഈ പറഞ്ഞ പോലെ തന്നെ എയർപോർട്ട് സ്റ്റാർട്ട് ആവണം, ഫ്ലൈറ്റ്സ് എല്ലാം ഓടിത്തുടങ്ങണം. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ആയാൽ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ. സ്റ്റീഫൻ അവിടെ ഇസ്രായേലിലുള്ള നമ്മുടെ അടുത്ത സുഹൃത്താണ്. സ്റ്റീഫനാണ് ഈ ആശങ്കകൾ പങ്കുവച്ചത്. ശ്രീ ജോസഫ് ആൻ്റണി, നേരത്തെ ശ്രീജിത്ത് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റുണ്ട്. അതായത് ഇനിയും ഇറാന് ഒരുപാട് മുന്നോട്ട് പോകാനാവില്ല അവരുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ ആണവായുധ സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ടോ മറ്റ് ട്രേഡ് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പുറകോട്ട് പോക്ക് ഉണ്ടാകേണ്ടി വരുമെന്നുള്ളത് ഇസ്രായേൽ അടിച്ചപ്പോൾ അത് ഇറാൻ്റെ മർമ്മത്ത് തന്നെ എന്നുള്ള രീതിയിലാണോ കാര്യങ്ങൾ ഇപ്പോൾ മുന്നോട്ട് വരുന്നത്?